നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കീഴാർനെല്ലി എന്ന ഔഷധ ചെടിയെ പറ്റിയാണ്. രണ്ട് തരത്തിലുള്ള കീഴാർനെല്ലി നമ്മുടെ പറമ്പുകളിലൊക്കെ കണ്ടുവരുന്നുണ്ട്. പച്ച നിറത്തിലുള്ളതും ചുവപ്പ് നിറത്തിലുള്ളതും. വെള്ള കലർന്ന കടും പച്ച നിറമാണ് ഇതിനുള്ളത്. നെല്ലിയുടെയോ അല്ലെങ്കിൽ പുളിയുടെയോ ഒക്കെ ഇലകളോട് സാമ്യമുണ്ട്. യൂഫോർബിക്ക എന്ന സസ്യ ഫാമിലിയിൽപ്പെട്ട ഫിലാന്തസ് നിരൂരി എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം. കീഴാർനെല്ലിയുടെ ചെറിയ ചെടികൾ കുറച്ച് വളർന്നു കഴിഞ്ഞ ശേഷമാണ് അതിൻ്റെ ഇലയുടെ അടിയിൽ നെല്ലിക്ക പോലെ ചെറിയ കായ്കൾ, മഞ്ഞ കലർന്ന പച്ച പൂക്കൾ ആദ്യം വരും, പിന്നീട് അത് ചെറിയ കായ്കളായിട്ട് മാറും. കേരളത്തിലെ മിക്ക സ്ഥലങ്ങളിലും ഇത് ധാരാളമായിട്ടും കാണപ്പെടുന്നുണ്ട്. ജലാശയങ്ങൾക്കരികിലും കൃഷിയിടങ്ങളിലും തരിശ് നിലങ്ങളിലും നമ്മുടെ പറമ്പിലും മുറ്റത്തുമൊക്കെ ഇത് വളർന്നു വരാറുണ്ട്. ഒരു ചെറിയ ചെടി തന്നെയാണ്. പരിചരണം ഒന്നും വേണ്ട, സ്വയം തന്നെ ഇത് വളരുന്ന ഒരു ചെടിയാണ്. സിദ്ധവൈദ്യത്തിലാണ് ഏറ്റവും കൂടുതൽ ഇത് പച്ചമരുന്നായിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. തമിഴ്നാട്ടിലാണ് ഇത് വ്യാപകമായിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഇലകളിൽ ഫിലാൻഡിൻ എന്ന ഒരു ഘടകമുണ്ട്. ഈ പച്ചമരുന്നിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. നിരവധി രോഗങ്ങൾക്ക് ഇത് ഉപയോഗിച്ചിരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മഞ്ഞപ്പിത്തത്തിനാണ് ഇത് കൂടുതലായിട്ടും പച്ചിലയായിട്ട് ഉപയോഗിക്കുന്നത്. അല്ലാതുള്ള മറ്റു രോഗങ്ങൾക്കൊക്കെ കൂടുതൽ ഇതിൻ്റെ ഇലകൾ സംസ്കരിച്ചൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പുറമേ പുരട്ടുന്നതിന് വേണ്ടി ഇതിൻ്റെ ഇലകൾ അരച്ച് പുരട്ടാറുണ്ട്. ചൊറി, ചർമ്മത്തിലുണ്ടാകുന്ന വ്രണങ്ങൾ, ചൂട് കാലത്തുണ്ടാകുന്ന കുരുക്കൾ, വീക്കം, ഇതൊക്കെ സുഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇലകൾ അരച്ച് പുരട്ടുന്നത് വളരെയധികം പ്രയോജനം ചെയ്യും. അതുപോലെ സിദ്ധവൈദ്യത്തിൽ ഇത് വിളർച്ചയ്ക്കുള്ള മരുന്നുണ്ടാക്കുന്നതിനും പ്രമേഹത്തിൻ്റെ അവസ്ഥകളൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും രക്തസമ്മർദ്ദം, ഹൃദയത്തിൻ്റെ ആരോഗ്യം, ഇതിന് വേണ്ടിയിട്ടൊക്കെ ഇതിന് പൊട്ടാസ്യം കൂടുതലുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. ഇത് കുറച്ച് വീര്യമേറിയ മരുന്നാണ്. അതുകൊണ്ട് രോഗാവസ്ഥയിലല്ലാതെ ഇത് പച്ചയ്ക്ക് അധികം ഉപയോഗിക്കാറില്ല. വന്ധ്യത പോലെയുള്ള പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരമായിട്ട് ഇതിൽ നിന്ന് ഔഷധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വയറിലുണ്ടാകുന്ന അൾസർ, തലവേദന, വെള്ളപ്പോക്ക് തുടങ്ങിയ അവസ്ഥകളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും സിദ്ധവൈദ്യത്തിൽ ഇതുകൊണ്ടുള്ള മരുന്നുകളുണ്ട്. ഇതിൻ്റെ ഇലകൾ ഉണക്കി സംസ്കരിച്ച പൊടിയാണ് ഉള്ളിലേക്കൊക്കെ ഉപയോഗിക്കുന്നത്. പച്ചയ്ക്ക് ഇത് എല്ലാ രോഗങ്ങൾക്കൊന്നും ഉപയോഗിക്കുവാൻ പാടില്ല. ആയുർവേദത്തിലും പണ്ടുകാലം മുതൽക്ക് ഉപയോഗിച്ചിരുന്ന ഒരു ചെടിയായിരുന്നു. മഞ്ഞപ്പിത്തത്തിന് ഔഷധമായിട്ടും കരളിൻ്റെ ആരോഗ്യത്തിനായിട്ടുമൊക്കെ ഇത് ഔഷധങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പ്രമേഹത്തിന് മരുന്നായിട്ടും ആയുർവേദത്തിൽ ഇതുകൊണ്ട് മരുന്നുണ്ട്. പനി, ശരീരത്തിനുണ്ടാകുന്ന നീര്, ഇതൊക്കെ മാറുന്നതിനും അതുപോലെ മുടി വളർച്ചയ്ക്കായിട്ട് ഇതിൻ്റെ ഇലയിട്ട് കാച്ചിയ വെളിച്ചെണ്ണ ഉപയോഗിച്ചിരുന്നു. പച്ചയ്ക്ക് ഇത് അരച്ച് തലമുടിയിൽ പുരട്ടാനായിട്ട് അധികം പാടില്ല. കാരണം ഇത് കുറച്ച് വീര്യവും തണുപ്പും കൂടുതലുള്ള ഒരു പച്ചമരുന്നാണ്. ഇത് തലനീരിളക്കവും തുമ്മലും ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് മരുന്നായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. വളരെ പണ്ട് കാലത്ത് നാട്ടുചികിത്സയിൽ കീഴാർനെല്ലി ഉപയോഗിച്ചിരുന്നത് എങ്ങനെയായിരുന്നെന്ന് നോക്കാം. ഇത് സമൂലമായിട്ട് ഇടിച്ചു പിഴിഞ്ഞ നീര് 10 മില്ലി എടുത്ത് പശുവിൻ പാലിൽ ചേർത്ത് കാലത്തും വൈകിട്ടും കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം 7 ദിവസം കഴിച്ചു കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തം ഭേദമാകുന്നത് പണ്ട് കാലത്തെ പ്രധാനപ്പെട്ട ഒരു ചികിത്സയായിരുന്നു. അമിത രക്തസമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പച്ചമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. കീഴാർനെല്ലി അരച്ച് പാലിൽ കലക്കി കുറച്ച് ദിവസം കുടിച്ചു കഴിഞ്ഞാൽ അമിത രക്തസമ്മർദ്ദം കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ കീഴാർനെല്ലിയും കുറച്ച് ജീരകവും കൂടി അരച്ച് കഞ്ഞി വെച്ച് കഴിക്കുന്നത് ശരീരമാസകലം ഉണ്ടാകുന്ന പിത്തപ്രധാനമായിട്ടുള്ള നീരിനെ കുറയ്ക്കുന്നതാണ്. കീഴാർനെല്ലി നീരിൽ തേൻ ചേർത്ത് കുട്ടികൾക്കോ വലിയവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വിളർച്ച മാറുന്നതാണ്. രക്താതിസാരത്തിനും വയറുകടി ശമിപ്പിക്കുന്നതിനുമൊക്കെ കീഴാർനെല്ലി പാലിൽ അരച്ച് ഉപയോഗിക്കാറുണ്ട്. ഈ ശരീരത്തിലുണ്ടാകുന്ന മുറിവിനെ ഉണക്കാൻ വേണ്ടിയിട്ടും കീഴാർനെല്ലിയുടെ പച്ച ഇലകൾ ഉപയോഗിക്കാം. പച്ച ഇലകൾ ചതച്ച് പിഴിഞ്ഞ് ആ ഒരു ഭാഗത്ത് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ മുറിവ് വേഗത്തിൽ ഉണങ്ങാനായിട്ട് സഹായിക്കും. അതുപോലെ തലവേദന കുറയുന്നതിന് വേണ്ടിയിട്ടും കീഴാർനെല്ലിയും പൂവൻകുറുന്തലും കൂടി ചതച്ച് വേദനയുള്ള ശിരസിൻ്റെ ആ വേദനയുള്ള ഭാഗങ്ങളിൽ ഇത് പുരട്ടുക. വേദന ശമിക്കുന്നതിന് വളരെ നല്ല ഒരു പച്ചമരുന്നാണ്. കാണുമ്പോൾ വളരെ ചെറിയൊരു ചെടിയാണെങ്കിലും ഔഷധ ഗുണത്തിൽ വളരെ മുന്നിലാണിത്. കീഴാർനെല്ലിയിൽ ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങൾ ധാരാളമായിട്ടുണ്ട്. ആൻറ്റി മൈക്രോബിയൽ ഗുണങ്ങൾ, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട്. ഫ്ലവനോയിഡുകളും ആൽക്കലോയിഡുകളും ധാരാളമുണ്ട്. കീഴാർനെല്ലിയുടെ ഇലകളിൽ അടങ്ങിയിരിക്കുന്ന ചില പ്രത്യേക ഘടകങ്ങളും പ്രോട്ടീനും ഒക്കെയാണ് കരളിൻ്റെ പുനരുജ്ജീവനത്തിന് സഹായിക്കുന്നത്. മഞ്ഞപ്പിത്തവും അതുപോലെയുള്ള കരൾ രോഗങ്ങളിൽ നിന്നും സംരക്ഷണം നൽകാനായിട്ട് ഇത് ഉപയോഗിക്കുന്നതിൻ്റെ കാരണം അതുതന്നെയാണ്.
അപ്പോൾ കീഴാർനെല്ലി എന്ന അതിവിശിഷ്ടമായ ഈ ഔഷധ ചെടിയെ പറ്റിയുള്ള വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.